ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി അധിക്ഷേപം നിയമസഭയിൽ ഉന്നയിച്ച് എംഎൽഎ എ.പി. അനിൽകുമാർ കഴക പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന അപേക്ഷ നൽകി ജീവനക്കാരൻ ബാലു. ജാതി വിവേചനത്തിനെതിരെ SNDP യോഗം യൂത്ത് മൂവ്മെന്റ് മാർച്ച് നടത്തി. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി ED. കേസിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നൽകാൻ തയ്യാറുണ്ടോ എന്ന് കോടതി. പാലക്കാട് ബ്രൂവറി കമ്പനി വാങ്ങിയ ഭൂരേഖകൾ എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിലില്ലെന്ന് മുൻ MLA അനിൽ അക്കര. നിയമസഭാ സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര സ്പീക്കർക്ക് കത്ത് നൽകി. വേനൽ ചൂടിന് ആശ്വാസമേകി ജില്ലയിൽ പരക്കെ മഴ. ഒറ്റമഴയിൽ ദേശീയപാത ആമ്പല്ലൂർ വെള്ളക്കെട്ടിലായി. ശക്തമായ കാറ്റിൽ ചേർപ്പിൽ 7 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വെള്ളിക്കുളങ്ങരയിൽ മിന്നലിൽ തെങ്ങ് കത്തി. സംസ്ഥാനത്തെ ലഹരി ഒഴുക്കിന് തടയിടണമെന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി രൂപീകരിച്ച് പോലീസ്. ലഹരി വസ്തുക്കളുടെ ഹബ്ബായി ചാലക്കുടി. ലഹരി ഉപയോഗത്തിനെതിരെ പദ്ധതി ആവിഷ്കരിച്ച് ചാലക്കുടി നഗരസഭ. വേനൽ കടുത്തതോടെ വേലൂർ തയ്യൂരിൽ പുഴ വറ്റിവരളുന്നു. ആലിക്കൽ ചിറപ്പാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത സ്ഥിതിയായി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മാനേജിംഗ് കമ്മിറ്റിക്ക് അപേക്ഷ നൽകി ബാലു. ജാതി അധിക്ഷേപത്തെ തുടർന്നാണ് കത്ത് കൈമാറിയത്. മാനേജിംഗ് കമ്മിറ്റിക്ക് അഡ്മിനിസ്ട്രേറ്റർ വഴിയാണ് കത്ത് കൈമാറിയത്. ഇതേസമയം കൂടൽമാണിക്യം വിഷയം A.P. അനിൽകുമാർ MLA നിയമസഭയിൽ ഉന്നയിച്ചു. പരാതി നൽകിയവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടതെന്നും ശുദ്ധികലശം ചെയ്തത് അങ്ങേയറ്റം തെറ്റാണെന്നും അനിൽകുമാർ ഉന്നയിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ SNDP യോഗം യൂത്ത് മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ മാർച്ച് യോഗം കൌൺസിലർ P.K. പ്രസന്നൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് കൂടൽമാണിക്യം ക്ഷേത്രനടയിൽ നടത്തിയ ധർണ യോഗം കൌൺസിലർ ബേബി റാം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. മാർച്ചിന് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അനൂപ് കെ ദിനേശൻ, സംസ്ഥാന കമ്മിറ്റി അംഗം നിവിൻ ചെറാകുളം, യൂത്ത് മൂവ്മെന്റ് ജില്ലാ വൈസ് ചെയർമാൻ KR റജിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രവർത്തികൾക്ക് ഇഷ്ടമില്ല എന്ന് കൂടി നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം. നമുക്കറിയാം ഈ ക്ഷേത്രത്തെക്കുറിച്ച്, ഭരതനെ കുറിച്ച് നമ്മൾ വായിക്കപ്പെടുമ്പോൾ സിംഹാസനം കിട്ടിയപ്പോൾ അദ്ദേഹം സഹോദരന്റെ പാദവും കൊണ്ടെന്ന് അതിൽ സിംഹാസനത്തിൽ ഇരിക്കാതെ, കിരീടം വയ്ക്കാതെ അദ്ദേഹം ധർമ്മ. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി ED. കേസിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നൽകാൻ തയ്യാറുണ്ടോ എന്ന് കോടതി ബാങ്കിനോട് ആരാഞ്ഞു. വിഷയത്തിൽ മറുപടി സത്യവാങ്മൂലം നൽകണമെന്ന് കല്ലൂർ PMLA കോടതി നിർദ്ദേശിച്ചു. കരുവന്നൂർ ബാങ്കിന് നൽകിയ നോട്ടീസിലാണ് ഇക്കാര്യം നിർദ്ദേശിച്ചത്. ED കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ബാങ്കിന് വിട്ടു നൽകാൻ തയ്യാറാണെന്ന് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. 128 കോടിയുടെ സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയിരുന്നത്. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് ഭൂമി കൈവശപ്പെടുത്തിയ ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറി തുടങ്ങാൻ നൽകിയ അംഗീകാരം റദ്ദാക്കണമെന്ന് മുൻ MLA അനിൽ അക്കര ആവശ്യപ്പെട്ടു. കമ്പനിയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ പഞ്ചായത്തിൽ കാണാനില്ലെന്നും അനിൽ അക്കര തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒയാസിസ് കമ്പനി മിച്ചഭൂമി കൈവശപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് റവന്യൂ മന്ത്രി K. രാജൻ നിയമസഭയിൽ MLA-മാർക്ക് നൽകിയ മറുപടിയിൽ ഇവർ കൈവശപ്പെടുത്തിയ 25 ഏക്കർ ഭൂമിയിൽ 10 ഏക്കർ ഭൂമി മിച്ചഭൂമിയാണെന്ന് കണ്ടെത്തിയതിനാൽ ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു. 3 തരത്തിലുള്ള നിയമലംഘനമാണ് കമ്പനി നടത്തിയതെന്നും അനിൽ അക്കര ആരോപിച്ചു. ഇപ്പോൾ എലപ്പുള്ളി താലൂക്കിൽ ഈ കമ്പനി രജിസ്റ്റർ ചെയ്ത ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും കാണാനില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും കമ്പനി നടത്തിയ നിയമലംഘനത്തിനെതിരെ നിയമസഭാ സമിതി പരിശോധിക്കാൻ ആവശ്യപ്പെട്ട സ്പീക്കർക്ക് കത്ത് നൽകിയതായും അനിൽ അക്കര പറഞ്ഞു. കമ്പനിക്ക് ബ്രൂവറി തുടങ്ങാൻ തത്വത്തിൽ നൽകിയ അംഗീകാരം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തതായും അനിൽ അക്കര വ്യക്തമാക്കി. ആ കമ്പനി വാങ്ങിയ ഭൂമികൾ, ആ ഭൂമികളുടെ മുന്നാധാരങ്ങൾ കാണാനില്ല. ഇന്ന് എൻ്റെ കയ്യിലുള്ള വിവരാവകാശ രേഖയിൽ അവർ പറയുന്നത് ഈ കമ്പനി വാങ്ങിയ ഭൂമികളുടെ പട്ടയരേഖകളോ ആധാരങ്ങളോ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഇല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ആ പ്രദേശത്തെ നികുതി അടയ്ക്കുന്ന ഭൂമികളുടെ രേഖകളില്ലാതാകുന്നത്? ഈ കമ്പനി 2 വർഷം മുമ്പ് വാങ്ങിയ ഭൂമികൾ എങ്ങനെയാണ് പോക്കുവരവ് ഈ വില്ലേജ് ഓഫീസ് നടത്തിക്കൊടുത്തത്? ആധാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോക്കുവരവ് നടത്താൻ കഴിയൂ. അപ്പോൾ ആധാരങ്ങൾ പരിശോധിക്കും. ആ ആധാരങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പരിശോധിച്ച രേഖകൾ ആ വില്ലേജ് ഓഫീസിൽ കാണണം. അതുപോലെ തന്നെ അവിടെ രജിസ്റ്റർ ഉണ്ട്. എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ
ആ വില്ലേജ് ഓഫീസിൽ ഏതൊക്കെ ഭൂമികൾക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് എന്നൊരു രേഖ അവിടെ ഉണ്ടാവും. ആ രേഖകൾ ആ വില്ലേജ് ഓഫീസിൽ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഈ ഒയാസിസ് കമ്പനിക്ക് കൊടുത്ത ഭൂമികളിൽ ഭൂരിഭാഗം ഭൂമികളും പട്ടയ ഭൂമികളാണ്. ആ പട്ടയ ഭൂമികളുടെ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിൽ ഒരു കാരണവശാലും ഇൻഡസ്ട്രി അനുവദനീയമല്ല പട്ടയ ഭൂമികളിൽ. അപ്പോൾ അങ്ങനെ പട്ടയ ഭൂമികളിൽ അനുവദനീയമല്ലാത്ത ഒരു സംഗതി ഇൻഡസ്ട്രി തുടങ്ങാൻ സർക്കാർ അനുമതി കൊടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അഴിമതിയാണ്. ചൂടിന് ആശ്വാസമേകി ജില്ലയിൽ പരക്കെ മഴ പെയ്തു. മിക്കയിടങ്ങളിലും കാറ്റും ഇടിമിന്നലോടും കൂടിയ മഴയാണ് ലഭിച്ചത്. വേനൽ മഴ പെയ്തത് കനത്ത ചൂടിന് ആശ്വാസമായി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് പ്രദേശത്ത് വ്യാഴാഴ്ച മത്സ്യബന്ധനത്തിന് ഇറങ്ങാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും ചേർപ്പ് പെരുമ്പള്ളിശ്ശേരി പാടത്ത് 7 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ചേർപ്പ് ചൊവ്വൂർ മെയിൻ ഫീഡറുകളിലെ പോസ്റ്റുകളാണ് വീണത്. ഈ ഫീഡറുകളുടെ പരിധിയിൽ വരുന്ന വല്ലച്ചിറ, ചൊവ്വൂർ എന്നീ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു. വേനൽമഴയിൽ ദേശീയപാത മുരിങ്ങൂർ കോട്ടമുറിയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. ചെമ്പകശ്ശേരി ഹരിദാസ്, ചെമ്പകശ്ശേരി പുഷ്പാകരൻ എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം ഒഴുകിയെത്തിയത്. വീടിനോടനുബന്ധിച്ചുള്ള കടമുറികളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട്. കാന അടഞ്ഞുപോയതാണ് വെള്ളം വീടുകളിൽ കയറാൻ കാരണം. ഒറ്റമഴയിൽ ദേശീയപാത ആമ്പല്ലൂർ വെള്ളക്കെട്ടിലായി. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ സർവീസ് റോഡും കാനകളും നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ വെള്ളം ഒഴുകിപ്പോകുവാൻ സാധിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. വെള്ളക്കെട്ട് വാഹനയാത്രക്കാരെ ദുരിതത്തിലാക്കി. കാൽനട യാത്രക്കാരെയും വെള്ളക്കെട്ട് ബാധിച്ചു. വെള്ളിക്കുളങ്ങരയിൽ ശക്തമായ ഇടിമിന്നലിൽ തെങ്ങ് കത്തി. വെള്ളിക്കുളങ്ങര പെട്രോൾ പമ്പിന് സമീപത്തുള്ള കാവുങ്ങൽ ഫ്രാൻസിസിന്റെ പറമ്പിലെ തെങ്ങാണ് മിന്നലിൽ കത്തിയത്. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. തമിഴ്നാട് കരൂർ സ്വദേശി 40 വയസ്സുള്ള അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. തമിഴ്നാട് സ്വദേശി ശക്തിവേരന് സാരമായി പരിക്കേറ്റു. ഇയാളെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പീച്ചി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ചാലക്കുടിയിൽ ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും പതിവായി മദ്യം മോഷ്ടിക്കുന്നയാൾ പോലീസ് പിടിയിലായി. തുരുത്തിപ്പറമ്പ് സ്വദേശി മോഹൻദാസിനെയാണ് ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ MK സജീവ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി ഇടുക്കുട് പാലത്തിന് സമീപത്തെ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം മോഷ്ടിക്കുന്നത് പതിവാണ്. ബിയർ വാങ്ങിയ ശേഷം തന്ത്രപൂർവ്വം ഓരോ കുപ്പി മദ്യം വസ്ത്രത്തിനുള്ളിൽ തിരികെ വയ്ക്കും. സ്റ്റോക്കിൽ വ്യത്യാസം കണ്ടെത്തിയതിനെ തുടർന്ന് സംശയം തോന്നിയ മാനേജർ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് മോഷണം പോകുന്നതാണെന്ന് വ്യക്തമായത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തൃശൂർ ഷൊർണൂർ റോഡിലുള്ള MS മെറിറ്റ് ഫിൻ കോർപ്പിൽ 32 ഗ്രാം മുക്കുമണ്ടം പണയം വെച്ച് 1,60,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സംഭവം. മാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി പുത്തൻവീട്ടിൽ ഇല്യാസാണ് പിടിയിലായത്. ഒരു വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതിയെ ആലുവയിലെ ഫ്ളാറ്റിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. തൃശൂർ ACP സലീഷൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റ് ഇൻസ്പെക്ടർ MJ ജിജോ, SI ബിപിൻ B നായർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. എരുമപ്പെട്ടി കരിയന്നൂരിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ ഗൃഹനാഥൻ ശ്വാസം കിട്ടാതെ മരിച്ചു. അയനിക്കുന്നത്ത് 63 വയസ്സുള്ള അബ്ദുള്ളയാണ് മരിച്ചത്. വീട്ടിലെ കിണറിൽ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് വൃത്തിയാക്കാൻ ഇറങ്ങിയതായിരുന്നു അബ്ദുള്ള. കിണറിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഏതാനും മിനിറ്റിനുള്ളിൽ ശ്വാസം കിട്ടാനാകാതെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി അബ്ദുള്ളയെ പുറത്തെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അടിസ്ഥാന വികസനം കാത്ത് പുതുക്കാട് KSRTC സ്റ്റാൻഡ്. വികസന പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നതായി ആക്ഷേപം. പുതുക്കാട് KSRTC സ്റ്റാൻഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച നടത്തുന്ന സന്ദർശനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. മന്ത്രി KB ഗണേഷ് കുമാറുമായി ചർച്ച നടത്തിയ KK രാമചന്ദ്രൻ MLA-യുടെ ആവശ്യപ്രകാരമാണ് KSRTC MD ഉൾപ്പെടെയുള്ളവരുടെ സംഘം എത്തുന്നത്. KSRTC തൃശൂർ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറുടെ കീഴിലുള്ള ഓപ്പറേറ്റിംഗ് സെന്ററാണ് പുതുക്കാട്ടേത്. അളഗപ്പനഗർ, പുതുക്കാട് പഞ്ചായത്തുകളിലെ 4 ഏക്കർ വരുന്ന സ്ഥലത്താണ് KSRTC പുതുക്കാട് ഡെപ്പോ പ്രവർത്തിക്കുന്നത്. ഇതിൽ 3 ഏക്കറോളം വരുന്ന സ്ഥലം ഇപ്പോഴും ഉപയോഗശൂന്യമായി കിടപ്പാണ്.
KSRTCയുടെ ഓപ്പറേറ്റിംഗ് സെന്ററും വർക്ക്ഷോപ്പും ഒരേക്കർ വരുന്ന സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലം പ്രയോജനപ്പെടുത്തി സ്റ്റാൻഡ് വിപുലീകരിക്കണമെന്നതും അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കണമെന്നതും കാലങ്ങളായുള്ള ആവശ്യമാണ്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുതുക്കാട് സ്റ്റാൻഡ് KSRTCയുടെ ഹബ്ബാക്കി മാറ്റുമെന്ന് നേരത്തെ പ്രഖ്യാപനമുണ്ടായിരുന്നു. സ്റ്റാൻഡിന് അനുബന്ധമായി ഷോപ്പിംഗ് കോംപ്ലക്സ്, ഭക്ഷണശാല, വിശ്രമമുറി എന്നിവയും ഉൾപ്പെടുത്തിയായിരുന്നു പദ്ധതി. പാലക്കാട്, കോയമ്പത്തൂർ, ബാംഗ്ലൂരു സർവീസുകൾക്ക് തൃശൂർ ടൗണിൽ പ്രവേശിക്കാതെ സർവീസ് നടത്താൻ പുതുക്കാട് ഹബ്ബ് പ്രയോജനപ്പെടുത്താനാകും. നിലവിൽ എറണാകുളം കോയമ്പത്തൂർ, പത്തനാപുരം കോയമ്പത്തൂർ, പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസുകൾ തൃശൂർ സ്റ്റാൻഡിലേക്ക് പോകാതെയാണ് ദേശീയപാതയിലൂടെ കടന്നുപോകുന്നത്. സൂപ്പർഫാസ്റ്റ് സർവീസ് ഇല്ലാത്ത പുതുക്കാട് സ്റ്റാൻഡിന് അടിയന്തരമായി അനുവദിക്കേണ്ടത് ദീർഘദൂര സർവീസുകളാണ്. യാത്രക്കാർക്ക് ഇരിപ്പിടങ്ങളും വിശ്രമത്തിനുള്ള സൗകര്യവും ഇവിടെ അപര്യാപ്തമാണ്. ദേശീയപാതയിൽ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന പുതുക്കാട് സ്റ്റാൻഡിൽ ഭക്ഷണ സൗകര്യമോ ക്യാൻറ്റീൻ സൗകര്യമോ ഒരുക്കണമെന്ന ആവശ്യവും യാത്രക്കാർക്കുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രവളപ്പിൽ നിന്നും സ്കൂട്ടർ മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. ലോകമലേശ്വരം കാവിൽക്കടവ് അടിമച്ചാലിൽ വീട്ടിൽ സതീശനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട കൊയ്പ്രം കണ്ടന്നിക്കര വീട്ടിൽ വിഷ്ണുവിന്റെ സ്കൂട്ടറാണ് പ്രതി മോഷ്ടിച്ചത്. ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം, പോലീസ് ഉദ്യോഗസ്ഥരായ ഷമീർ, വിഷ്ണു, ഗോപേഷ്, ജിജിൻ എന്നിവരടങ്ങിയ സംഘമാണ് മോഷ്ടാവിനെ പിടികൂടിയത്. മാധ്യമങ്ങളിൽ പരസ്യം നൽകി ഇരകളെ ആകർഷിച്ച് ഓൺലൈനിൽ ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് പണം കൈമാറിയയാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കടപ്പശ്ശേരി അടമ്പുകുളം വീട്ടിൽ ആസ്റ്റൽ ഡേവിഡിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് കാറളം സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട് ആകർഷനായ കാറളം സ്വദേശിയെ ഷെയർ ട്രേഡിംഗിനായി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം വ്യാജ ലിങ്കുകൾ അയച്ച് നൽകിയായിരുന്നു തട്ടിപ്പ്. 2024 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലയളവുകളിലായി കാറളം സ്വദേശിയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുമായി പല തവണകളിലായാണ് തട്ടിപ്പുകാർ പണം കൈക്കലാക്കിയത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത മുടിക്കോടിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 38 ഗ്രാം MDMA-യുമായി യുവാവിനെ പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി. എറണാകുളം വാതുരുത്തി സ്വദേശി നികർത്തിൽ വീട്ടിൽ ആന്റണി എന്ന ബിനുവാണ് പിടിയിലായത്. KSRTC ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്നും വരികയായിരുന്നു ബിനു. വാഹന പരിശോധനയ്ക്കിടെ പോലീസ് സംഘത്തെ കണ്ടപ്പോൾ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു. എക്സ്റേ പരിശോധനയിലാണ് മലദ്വാരത്തിൽ പ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തിയത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ പ്രതിയുടെ മലദ്വാരത്തിൽ നിന്നും MDMA പാക്കറ്റ് കണ്ടെടുക്കുകയായിരുന്നു. നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ബിനുവെന്ന് പോലീസ് പറഞ്ഞു. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. സംസ്ഥാനത്തേക്കുള്ള ലഹരിയൊഴുക്കിന് 2 മാസം കൊണ്ട് തടയിടണമെന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി രൂപീകരിച്ച് പോലീസ് 15 പദ്ധതികൾക്കാണ് പോലീസ് തുടക്കമിട്ടിരിക്കുന്നത്. 2 ആഴ്ചയായി തുടരുന്ന ലഹരിവേട്ടയായ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ 2ാം ഘട്ടമെന്ന നിലയിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം പദ്ധതിക്ക് രൂപം നൽകിയത്. ഹോട്ടലുകളിലെ DJ പാർട്ടികൾ പൂർണ്ണമായി നിരീക്ഷണത്തിലാക്കുവാനും ഡാർക്ക് നൈറ്റിലെ ലഹരി കച്ചവടം കണ്ടെത്താൻ സൈബർ ഡോമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സൈബർ പെട്രോളിംഗ് നടത്തുവാനും തീരുമാനമുണ്ട്. ലഹരിയുമായി പിടിയിലാകുന്നവർക്ക് തടവ് ശിക്ഷ കിട്ടുന്ന തരത്തിൽ വിചാരണ നടപടികൾ കർശനമാക്കും. നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളികളാക്കും. ആദ്യമൊക്കെ കഞ്ചാവായിരുന്നു വില്ലൻ. പിന്നെ MDMA, സിന്തറ്റിക് സ്റ്റാമ്പ് തുടങ്ങിയ മാരക ലഹരികളിലേക്ക് ലഹരി വസ്തുക്കളുടെ ഹബ്ബായി ചാലക്കുടി മാറിയിട്ട് പതിറ്റാണ്ടുകളായി. ഏതാനും പേർ മാത്രമാണ് നഗരത്തിൽ ഇരുട്ടിന്റെ മറവിൽ ആദ്യകാലത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. ഇതര സംസ്ഥാനക്കാരുടെ വരവോടെ കഞ്ചാവ് വിൽപ്പന പട്ടാപ്പകലുമായി. പുഴക്കടവുകളും തിരക്കൊഴിഞ്ഞ കേന്ദ്രങ്ങളും ഇവർ തെരഞ്ഞെടുത്തതോടെ ലഹരി തേടി വിദ്യാർത്ഥികളുടെ വരവുമായി. വിദ്യാർത്ഥികളുടെ ലഹരി ആസക്തിയിൽ മയക്കുമരുന്ന് ലോബികൾ നേടിയത് കോടികൾ. അന്നൊക്കെ ഇടുക്കിയിൽ നിന്നുള്ള നീലച്ചടയനായിരുന്നു മുന്തിയ ഇനം. സാമ്പത്തികമായി ഉയർന്നവരും ലഹരിയുടെ മായാവലയത്തിലായപ്പോൾ മറ്റ് മാരക ലഹരി പദാർത്ഥങ്ങളും നഗരത്തിൽ എത്താൻ തുടങ്ങി. ഹെറോയിൻ, സിന്തറ്റിക് സ്റ്റാമ്പ് തുടങ്ങിയ വലിയ വില കൊടുത്ത് വാങ്ങാൻ ആവശ്യക്കാർ കൂടി. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം കുത്തനെ കൂടി. ഇതിനിടെയാണ് MDMA-യും എത്തുന്നത്. MDMA കേസുകളിൽ പിടികൂടിയ ഭൂരിഭാഗം കേസുകളിലും വിദ്യാർത്ഥികൾക്ക് ബന്ധമുണ്ടായിരുന്നു. മാരക മയക്കുമരുന്നുകൾ വ്യാപകമായെങ്കിലും കഞ്ചാവിന്റെ വരവ് കുറഞ്ഞില്ല.
ഭൂരിഭാഗവും ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു. ചരക്ക് ലോറികളിൽ കടത്തിയ കഞ്ചാവ് പോലീസ് പിടികൂടുന്ന സംഭവങ്ങൾ അടിക്കടി ഉണ്ടായി. 3 വർഷം മുമ്പ് ദേശീയപാതയിൽ 240 കിലോ പിടികൂടുമ്പോൾ അത് കേരളത്തിലെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയായി മാറി. 100 കിലോയിൽ കൂടുതൽ പിടികൂടുന്ന സംഭവങ്ങൾ വീണ്ടും ഉണ്ടായി. ഇപ്പോൾ ആസാം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥി തൊഴിലാളികളാണ് കരാറായി പ്രവർത്തിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലെ ഇവരുടെ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇതിനകം നിരവധി ലഹരി കടത്തുകേസുകൾ പോലീസ് പിടികൂടി. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ കീഴിലുള്ള മുൻ NDPS കേസുകളിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ ഉൾപ്പെടെ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നു. തുടർന്നും മുൻ കുറ്റവാളികളെയും അതുമായി ബന്ധപ്പെട്ടും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളും അവരുടെ സൗഹൃദ വലയത്തിലുള്ള ആളുകളെയും തുടർച്ചയായി നിരീക്ഷിക്കുകയും ആ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് NDPS കുറ്റകൃത്യങ്ങൾ കണ്ടെടുത്തു വരുന്നതുമാണ്. വിപണനത്തിന് കേരളത്തിൽ എത്തുന്നവരാണ് പോലീസ് വലയിലാക്കുന്നത്. ഇതാകട്ടെ ഡ്രൈവർ അടക്കം 1-2 പേർ മാത്രമാവും. ലഹരിക്കടത്തിന്റെ ഉറവിടവും വിപണന ശൃംഖലയും എന്നും അജ്ഞാതമായിരിക്കും. ചാലക്കുടി സ്റ്റേഷനിൽ മാത്രം പ്രതിവർഷം 100-ൽ കൂടുതൽ ലഹരിമരുന്ന് വിൽപ്പന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. മാരകമായ ലഹരി ഉപയോഗത്തിനെതിരെ പദ്ധതി ആവിഷ്കരിച്ച് ചാലക്കുടി നഗരസഭ. തിന്മയുടെ ലഹരിക്കെതിരെ നന്മയുടെ ലഹരി എന്ന സന്ദേശവുമായി പ്രതിരോധം തീർക്കുവാനാണ് നഗരസഭ ഒരുങ്ങുന്നത്. അടുത്ത വികസന പദ്ധതിയിൽ ഫണ്ട് വിലയിരുത്തി ഇത് നടപ്പിലാക്കുമെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. ഈ പുതിയ സാമ്പത്തിക വർഷം ചാലക്കുടി നഗരസഭ ആരംഭിക്കുന്ന വാർഷിക പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ ലഹരി ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന ഈ അമിതമായിട്ടുള്ള ദുരന്തങ്ങളും പ്രത്യാഘാതങ്ങളും ഒഴിവാക്കുന്നതിന് തുടർച്ചയായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. തിന്മയുടെ ലഹരിയിൽ നിന്ന് നന്മയുടെ ലഹരിയിലേക്ക് ചാലക്കുടിയുടെ നന്മ ലഹരി എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടാണ് ഈ വർഷത്തെ പദ്ധതിയിൽ ഈ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. വേനൽ കടുത്തതോടെ വേലൂർ തയ്യൂരിൽ പുഴ വറ്റി വരളുന്നു. ആലുക്കൽ ചിറ പാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത് മേഖലയിലെ കാർഷിക വൃത്തിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. 35 വർഷം മുമ്പാണ് തയ്യൂർ ആലുക്കൽ ചിറ പാലവും അതിനോട് ചേർന്ന് തടയണയും നിർമ്മിച്ചത്. കാലപ്പഴക്കത്താൽ പാലത്തിനോടൊപ്പം തടയണയും തകർന്നു. കടുത്ത വേനലിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാതെ കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിലാവുകയാണ്. 1989-ലാണ് എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽ ചിറ പാലം നിർമ്മിച്ചത്. കൃഷിക്ക് ജലസേചനം നടത്തുന്നതിനായി പാലത്തിനോടൊപ്പം കോൺക്രീറ്റ് തടയണ നിർമ്മിച്ച് പലകകളിട്ട് വെള്ളം തടഞ്ഞ് നിർത്തുവാനുള്ള സംവിധാനവും ഒരുക്കിയിരുന്നു. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ തൂണുകളും കൈവരികളും തടയണകളുടെ ബീമുകളും തകർന്നു. തടയണയിലെ പലകകൾ കാലവർഷത്തിലെ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ബീമുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു വീണതിനാൽ പുതിയ പലകകളിട്ട് വെള്ളം തടഞ്ഞു നിർത്തുവാനും കഴിയാത്ത അവസ്ഥയിലാണ്. തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതിനാൽ പാലവും അപകടാവസ്ഥയിലായി. പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് 2023 സംസ്ഥാന ബഡ്ജറ്റിൽ 5,12 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ അധികൃതർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ആദ്യം കുറേശ്ശെ വെള്ളം കിട്ടിയിരുന്നു, പണി തീരെ വെള്ളം കിട്ടുന്നില്ല. പിന്നെ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. ആദ്യം ചീപ്പ് ഇഞ്ചറായിട്ട് പണിണ്ടായിരുന്നു, പിന്നീട് അത് പാലാക്കി നമ്മളെ KS നമ്പറിലുള്ളപ്പോഴാണ് പിന്നെ പാലാക്കി മാറ്റിയത്. ഇങ്ങനെയുള്ള അവസ്ഥകളായിട്ട് കുറേ വർഷമായി നിൽക്കുന്നു. കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണ്, കാരണം വെള്ളമില്ലാത്ത പ്രശ്നം. എരുമപ്പെട്ടി, കടങ്ങോട് പ്രദേശങ്ങളിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എളുപ്പമാർഗമായതിനാലും റോഡ് BMBC നിലവാരത്തിൽ പണിതതിനാലും ആംബുലൻസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. പാലത്തിന്റെ നിരോധന ഉത്തരവ് ലംഘിച്ച് ക്രഷറുകളിൽ നിന്ന് അമിതഭാരം കയറ്റിയുള്ള ടോറസ് ടിപ്പറുകളും അപകടാവസ്ഥയിലായ പാലത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എരുമപ്പെട്ടിനെയും വേലൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് ഇത്. ഇതിന്റെ പണി തുടങ്ങിയിട്ട് കുറെ കാലമായി. കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പണികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും ഇതിനൊന്നും മുന്നോട്ടേക്ക് യാതൊരു ഇതും നടക്കുന്നില്ല. ഇപ്പോഴും ഇങ്ങനെ മണ്ണ് പരിശോധന, സ്ഥലം അളവെടുപ്പ് ഇതൊക്കെ നടക്കുന്നുണ്ട്, അല്ലാതെ വേറെ ഒന്നും കാണാനില്ല.
ഇവിടുത്തെ കൃഷിക്കാർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു തടയണയൊക്കെ ഉണ്ടായിരുന്ന ഒരു പാലമായിരുന്നു ഇത്. പാലവും തടയണയും ഒരുമിച്ചുണ്ടായിരുന്നതാണ്. ഇപ്പൊ ഇതിന്റെ പണികളൊന്നും നടക്കുന്നില്ല. എത്രയും വേഗം ഇതിന്റെ പണികൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളിലെ കർഷകർ നെൽകൃഷിക്കും വാഴ, പച്ചക്കറി കൃഷിക്കും പുഴയിലെ വെള്ളത്തെ ആശ്രയിക്കുന്നുണ്ട്. മതിയായ വെള്ളം ലഭിക്കാത്തതിനാൽ പലരും കൃഷി ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ തടയണയും നിർമ്മിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. എന്നാൽ ടെൻഡർ നടപടികളിലേക്ക് പോലും ഇതുവരെ കടന്നിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ മെല്ലെ പോക്ക് നയമാണ് നിർമ്മാണം വൈകുന്നതിന് ഇടയാക്കുന്നതെന്ന് ആരോപണമുണ്ട്. അളവെടുപ്പും മണ്ണിന്റെ ബലപരീക്ഷണവും പലയാവർത്തി നടന്നു. എന്നാൽ പദ്ധതി ഇപ്പോഴും കടലാസിൽ മാത്രമാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പദ്ധതി വൈകാൻ ഇടയാക്കുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിമിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. മറ്റു വാർത്തകളിലേക്ക്. PKSന്റെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. PKS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K. സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു അധ്യക്ഷത വഹിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഗ്രീഷ്മ ജയഘോഷ്, ജില്ലാ സെക്രട്ടറി KV രാജേഷ്, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, സംസ്ഥാന ട്രഷറർ VR ശാലിനി, അഡ്വക്കേറ്റ് ഭരദ്വാജ് എന്നിവർ സംസാരിച്ചു. ഏവർക്കും അറിയാവുന്ന ജാതിബോധത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ചില അഭിപ്രായങ്ങൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ നാട് ജാതിക്കും പാലക്കാട് ലക്കിടിയിൽ ട്രെയിൻ തട്ടി അച്ഛനും 2 വയസ്സുള്ള മകനും മരിച്ചു. കിഴക്കഞ്ചേരി കാരപ്പാടം സ്വദേശി 24 വയസ്സുള്ള പ്രഭുവും മകനുമാണ് മരിച്ചത്. ലക്കിടി ഗേറ്റിന് സമീപം ബുധനാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. ചിനക്കത്തൂർ പൂരം കാണാനെത്തിയതായിരുന്നു ഇരുവരും. പാളം മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടം. മൃതദേഹങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട ഷെഡിന് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഷെഡിന് സമീപം കൂട്ടിയിട്ടിരുന്ന ചപ്പുചവറിൽ നിന്നാണ് തീ പടർന്നത്. പെരുവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നടതുറക്കൽ ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയുണ്ടായ ആക്രമണത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ഷഹനാസ്, സഞ്ജയ്, കാളിദാസൻ എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ ഉത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ആയുധങ്ങളുമായി എത്തിയ സംഘം ആക്രമണം നടത്തിയതെന്ന് പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ പറഞ്ഞു. തെറ്റായ കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട കുട്ടികളെ തിരുത്താൻ ശ്രമിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നതായി പരിക്കേറ്റവർ പറഞ്ഞു. പാവറട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതായത് ഞങ്ങൾ ഉത്സവം കഴിഞ്ഞിട്ട് പിന്നു വഴി നടന്നു വരികയായിരുന്നു. അപ്പോൾ അവരൊരു കൂട്ടായിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിഞ്ച് ഉണ്ണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊട്ടുകാരെ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അവരൊരു കൂട്ടം ആൾക്കാർ വന്നു. എന്താ പറയുക, പൈപ്പിൻ്റെ വടിയൊക്കെ ആയിട്ട് പിന്നെ ഒരു കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ചെറിയ ഉണ്ണികളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വളരെയധികം ആക്രമണിക്കുന്ന രീതിയിൽ നിന്ന് അപ്പോൾ നമ്മൾ കുറച്ച് പേര് നിന്നായിരുന്നു. അപ്പോൾ നമ്മളറിയാത്ത കാര്യം വന്നിട്ട് ഭയങ്കരമായിട്ട് വന്നിട്ട് അടിക്കും, തലയ്ക്ക് അടിക്കും. പിന്നെ കുറേ പേരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതായിരുന്നു. കല്ലൊക്കെ എടുത്തെറിയുക, കല്ലുകൊണ്ട് കുത്തി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഒട്ടും നോർമലായിട്ടല്ല ബിഹേവ് ചെയ്തു. ഭയങ്കരമായിട്ടുള്ള ലഹരിക്ക് അഡിക്റ്റായുള്ള രീതിയിലാണ് നമ്മളോട് ഭയങ്കരമായിട്ട് പെരുമാറിയത്. ഇത് ചെറിയ ഉണ്ണികളാന്ന് പോലും നോക്കാത്ത രീതിയിലാണ് ഭയങ്കരമായിട്ട് പെരുമാറിയത്. നമുക്ക് വെച്ചിങ്ങനെ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. നമുക്ക് ഓട് മാത്രമേ നിവൃത്തിണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടിയിട്ട് വേറെ കോട്ടാന്ന് പറഞ്ഞിട്ട് അമ്പലത്തേക്ക് കയറി. അവിടെ കയറിയപ്പോൾ ഞങ്ങളുടെ പിന്നാലെ വന്നിട്ട് അവിടെ വന്നിട്ട് വീണ്ടും ആക്രമിച്ചു നല്ല രീതിയിൽ. അവിടെ നിന്ന് ഒരു വിധാനം എല്ലാവരും വന്നിട്ട് സമാധാനത്തിൽ നിൽക്കുക. ബാക്കി എല്ലാവരും ഞങ്ങൾ തല്ലി കൂട്ടി അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. കുറേ പേർക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെയധികം വേദനയും നല്ല സീനൊക്കെ ഉണ്ട് കുറേ പേർക്ക്. ഇപ്പോഴും കുറേ പേർ റിക്കവറായിട്ടില്ല. ഇനിയും കുറേ ഉണ്ണികൾക്ക് തല്ലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവരൊന്നും അറിയാൻ കൂടി പറ്റിയിട്ടില്ല. അതാണ് അവസ്ഥ നിൽക്കുന്നത്. പിന്നെ അവർ നിരന്തരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ലഹരി വേട്ടയ്ക്കുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അതിൽ എൻ്റെ തലയ്ക്കൊക്കെ ഈ സൈഡിലൊക്കെ പൈപ്പ് കൊണ്ട് അടിച്ച്, പിന്നെ വേറൊരു പയ്യൻ്റെ ഇവിടെ അടിച്ച് 3 സ്റ്റിച്ച് വരുത്തി പൈപ്പ് കൊണ്ട്. അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ.
കൈപ്പൊങ്കല വഞ്ചിപ്പുരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. വഞ്ചിപ്പുര കണക്കാട്ടുശ്ശേരിയില്ലാത്ത കുന്നുമൽ അജിത എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. വഞ്ചിപ്പുര ബീച്ചിൽ 25ഓളം തൊഴിലാളികൾ ചേർന്ന് പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് കടന്നൽ കുത്തേറ്റത്. കടന്നൽ കുത്തേറ്റവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,065 രൂപ, പവന് 64,520 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,396 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി അധിക്ഷേപം നിയമസഭയിൽ ഉന്നയിച്ച് MLA AP അനിൽകുമാർ. ഘടകപ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന അപേക്ഷ നൽകി ജീവനക്കാരൻ ബാലു. ജാതി വിവേചനത്തിനെതിരെ SNDP യോഗം യൂത്ത് മൂവ്മെന്റ് മാർച്ച് നടത്തി. പെരുവനൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി ED. കേസിൽ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ഏറ്റെടുത്ത് നിക്ഷേപകർക്ക് നൽകാൻ തയ്യാറുണ്ടോ എന്ന് കോടതി. പാലക്കാട് ബ്രൂവറി കമ്പനി വാങ്ങിയ ഭൂരേഖകൾ എലപ്പുള്ളി പഞ്ചായത്ത് ഓഫീസിലില്ലെന്ന് മുൻ MLA അനിൽ അക്കര. നിയമസഭാ സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അനിൽ അക്കര സ്പീക്കർക്ക് കത്ത് നൽകി. വേനൽ ചൂടിന് ആശ്വാസമേകി ജില്ലയിൽ പരക്കെ മഴ. ഒറ്റമഴയിൽ ദേശീയപാത ആമ്പല്ലൂർ വെള്ളക്കെട്ടിലായി. ശക്തമായ കാറ്റിൽ ചേർപ്പിൽ 7 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. വെള്ളിക്കുളങ്ങരയിൽ പിന്നലിൽ തെങ്ങ് കത്തി. സംസ്ഥാനത്തെ ലഹരി ഒഴുക്കിന് തടയിടണമെന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി രൂപീകരിച്ച് പോലീസ്. ലഹരി വസ്തുക്കളുടെ ഹബ്ബായി ചാലക്കുടി. ലഹരി ഉപയോഗത്തിനെതിരെ പദ്ധതി ആവിഷ്കരിച്ച് ചാലക്കുടി നഗരസഭ. വേനൽ കടുത്തതോടെ വേലൂർ തയ്യൂരിൽ പുഴ വറ്റിവരടുന്നു. ആലുകൽ ചിറ പാലത്തിന് താഴെയുള്ള തടയണ തകർന്നതോടെ പുഴയിൽ വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയാത്ത സ്ഥിതിയായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.